ഹലോ, ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് കുറച്ച് ഹെയർ സ്റ്റൈൽസ് കാണിക്കാം കേട്ടോ. സാരി, ഗൗണ്, പിന്നെ കുർത്ത, അങ്ങനെ പല പല ഡ്രസ്സുകൾക്ക് പല പല ഹെയർ സ്റ്റൈലായിരിക്കുമല്ലോ ചേരുന്നത്. അപ്പോൾ അത് ഞാൻ ഹെയർ സ്റ്റൈൽസ് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഡ്രസ്സ് ഇട്ടിട്ട് ആ ഹെയർ സ്റ്റൈൽ കിട്ടിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതും കൂടെ ഒന്ന് കാണിക്കാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, ഷെയർ, ബെൽ ബട്ടൺ, കമൻറ്റ് ഇതൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തു, കണ്ടായിരുന്നോ? അപ്പോൾ ആ ഹെയർ സ്റ്റൈലാണ് ഇപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത്. നമ്മൾ സൈഡ് എടുക്കുന്നു. ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒന്ന് കാണിച്ചില്ലേ, ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ ഒരു ഭാഗം ഇങ്ങനെ താഴ്ന്നു വന്നു. നമ്മൾ മുടി കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ വെച്ചിട്ട് ടിക് ടാക്ക് എടുത്തിട്ട് വെരി സിമ്പിൾ ഹെയർ സ്റ്റൈൽ അല്ലേ? ഒരു പണിയില്ല, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ കുറച്ചൊന്ന് പൊക്കിയിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ താഴ്ത്തി എടുക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ നെറ്റിയൊക്കെ, അപ്പോൾ അതൊന്ന് കുറച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ഭംഗി ഇവിടെ വരും. നമ്മുടെ ഫേസിനൊരു ഫിഗർ കിട്ടും, ഒരു ഷേപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. ഫസ്റ്റ് വൺ. നെക്സ്റ്റ് വൺ നമ്മുടെ കുർത്തയ്ക്ക് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുർത്തയുടെ സ്റ്റൈലാണ്. ചുമ്മാ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഹെയർ ഇടാം. ഇങ്ങനെ ഫ്രീ ഹെയർ ഇടുമ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ ഇവിടെ ഇങ്ങനെ ഒന്ന് താഴ്ന്നു, നമ്മൾ നേരത്തെ അപ്പോൾ എടുത്തില്ലേ, ഈ ഒരു രീതിക്ക് ഇങ്ങനെ എടുത്തില്ലേ, അതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ രീതിയിൽ ഫ്രീ ഹെയർ ഇടുമ്പോൾ പലരും ഈ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ ഇടാറുണ്ട്. ഇത് ഈ ഒരു ലുക്കാണോ ഭംഗിയെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി പറഞ്ഞേ. ഉണ്ടോ? ഇതല്ലേ ഭംഗി കൂടുതൽ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ആകുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഈ ഒരു ഇത്രയും ഏരിയ ഒന്ന് കവർ ചെയ്ത് കിട്ടും, നമുക്കൊരു ഫേസിനൊരു ഷേപ്പ് കിട്ടും. നെക്സ്റ്റ്, ഇവിടെ തന്നെ ഇങ്ങനെ എടുക്കുന്നു, ഇതെടുക്കുന്നു. ഇവിടെ കുറച്ചൊന്ന് പൊങ്ങിയിരിക്കട്ടെ. നല്ല ഷാമ്പൂ ചെയ്ത് കണ്ടീഷണർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് സിറം ഒന്ന് ഇടുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാനൊക്കെ കിട്ടത്തുള്ളൂ. ഇവിടെ ഇങ്ങനെ ഇത്ര മുകളിലേക്ക് വെച്ചു. ഞാനിതൊക്കെ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഭയങ്കര ഹെവി ആയിട്ടുള്ള വലിയ സ്റ്റൈലുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മളിത് കേട്ടുകൊണ്ടൊക്കെ ഇരിക്കും, പക്ഷേ നമ്മൾ ചെയ്ത് നോക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ സ്റ്റെപ്സൊക്കെ നോക്കി ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ഒരു ടിക് ടാക്ക് വെച്ചു, ഇവിടെ ഒന്ന് തിരിച്ച് ഇവിടെ ഒന്ന് കൊടുത്തു, ഇത്രയും കൊടുത്തു. ഈ ഒരു സ്റ്റൈലിലേക്കാം. ഇവിടെ ഇത്ര ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നു, ഇവിടെ ഇങ്ങനെ. ഇനി ഒരു 2 ടിക് ടാക്ക് മതി, ഇത്രയേ ആവശ്യമുള്ളൂ. പൊതുവെ ഇങ്ങനെ ഫ്രീ ഹെയർ ആയിട്ട് ഇങ്ങനെ ഇടുമ്പം നമ്മൾ കുറച്ചൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല, ഫേസൊക്കെ നല്ല രീതിയിൽ വൃത്തിക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്തത് നമ്മൾ കാണിക്കാം. ഇതൊക്കെ കുർത്തിക്കുള്ളതാണ്. കുർത്തിക്ക് ഉള്ള അടുത്തത് കാണിക്കാം. ഇവിടുന്ന് കുറച്ചെടുക്കുന്നു, ചുമ്മാ ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ടിക് ടാക്ക് കൊടുത്തുള്ളൂ. അടുത്തത് നമ്മൾ വീണ്ടും ഇവിടെ ഇങ്ങനെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കും. ചെറുതായിട്ട് ഇങ്ങനെ ഒന്നൊന്ന് ചുറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടും കേട്ടോ. പിന്നെ തലപ്പാവൊക്കെ വെക്കുന്ന ഒരു സ്റ്റൈലായിട്ട് വരും. അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിരിക്കും. എത്ര സിമ്പിളായിട്ടാണ് ഞാൻ സിമ്പിൾ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്യണം. ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈസിയും കൂടെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും സിമ്പിളായിട്ടുള്ളത് കാണിക്കുന്നത്. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. പിന്നെ കൂടുതലും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം നാടനായിട്ടുള്ള, അതായത് ഇപ്പോൾ ട്രഡീഷണൽ ലുക്കിലുള്ള ഡ്രസ്സിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളിപ്പോൾ ഈ ഒരു സെൻറ്റർ ആയിട്ടുള്ളത് എടുക്കാവുള്ളൂ. ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഉള്ളത് എടുക്കാൻ പറ്റത്തുള്ളൂ. കുർത്ത ആകുമ്പോഴത്തേക്കും കുർത്ത ഇങ്ങനെ ഫ്രീ ഹെയർ സ്റ്റൈൽ ഇട്ടിട്ട് ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിൽ ചേരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാം. ഇത് ചിലർക്ക് ചേരും, ചിലർക്ക് ചേരില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇടാം. പക്ഷേ ഇതിനകത്തുള്ള വേറെ ഏത് സ്റ്റൈലാണെന്നുണ്ടെങ്കിലും കുർത്തിക്ക് ചേരില്ല. ഇപ്പോൾ കണ്ടോ നിങ്ങൾ, ഇപ്പോൾ എനിക്ക് ഒട്ടും ചേരുന്നില്ല, അത് ചിലർക്കൊട്ടും ചേരില്ല ഇത് ഈ ഒരു സ്റ്റൈൽ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ എടുത്ത് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇത് ട്രഡീഷണൽ ആയിട്ടുള്ളവർക്ക് മാത്രമേ നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റൈലിലേക്കൊക്കെ എടുക്കുമ്പോൾ ഇത് ചേരുള്ളൂ. അപ്പോൾ കുർത്തയുടെ സ്റ്റൈല് ഒന്ന് കഴിഞ്ഞു. അപ്പോൾ അടുത്ത് നമുക്ക് കാണിക്കാനുള്ളത് ഗൗണാണ്. നമുക്ക് ഗൗണിന് പൊതുവേ നമുക്ക് കുറച്ചൊന്ന് ഹൈറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഹൈറ്റ് ഫീൽ ചെയ്യുമ്പോൾ ഹെയറും കൂടെ ആ ഒരു സ്റ്റൈലിലേക്ക് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല പേഴ്സണാലിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ
ഈ ഒരു സ്റ്റൈൽ എടുക്കാനായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ട്. ചിലർക്ക് അതിങ്ങനെ കിട്ടൂല. ബ്യൂട്ടീഷ്യൻസൊക്കെ ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ ആക്കി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഷാമ്പു ചെയ്തിട്ട് കണ്ടീഷണറും കൂടെ ഉപയോഗിച്ച്, കണ്ടീഷണർ ഇവിടെ ഇത്രയും ഏരിയയിൽ നിന്ന് മാത്രമേ കണ്ടീഷണർ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഷാമ്പു ചെയ്തിട്ട് നല്ല ഷാമ്പു തിരഞ്ഞെടുക്കുക, ഇത് നന്നായിട്ട് ഷാമ്പു ചെയ്യുക, കണ്ടീഷണർ ഉപയോഗിക്കുക. അപ്പോൾ തന്നെ മുടി നല്ല രസമായിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളിങ്ങനെ എടുക്കുന്നു. ഇതിപ്പോൾ ഇത്ര ഏരിയ എടുത്താൽ മതി. ഇവിടെ നിന്ന് ഒരുപാട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ഭംഗി പോകും. അപ്പോൾ ഇത്ര എടുത്താൽ മതി. ഇങ്ങനെ എടുക്കുന്നു. ഈ ഒരു ഏരിയ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ആർച്ച് പോലെ വരും. അതായത് ഇങ്ങനെ ഒന്ന് ഹൈറ്റായിട്ട് നിൽക്കും. ഇതിനൊക്കെ എന്തൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഹെയർ സ്റ്റൈലിൻ്റെ പ്രൊഫഷണലിസ്റ്റുകാർക്കൊക്കെ നന്നായിട്ട് അറിയുമായിരിക്കും. നമ്മളിങ്ങനെ ടിക്ടാക്ക് തിരിച്ചും മറിച്ചും അങ്ങനെ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹൈറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഗൗണിന് നന്നായിട്ട് ചേരുന്നതാണ്. കണ്ടോ? ഇപ്പോൾ ഗൗൺ ഇടുമ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഗൗൺ ഇട്ടിട്ട് ഈ ഹെയർ രണ്ട് വശവും കുറച്ചിങ്ങനെ ഇടുക. ഇതാണ് ഗൗണിന് ചേരുന്ന ടൈപ്പ്. ഇപ്പോൾ ഞാൻ എയർ ഹോസ്റ്റസിൻ്റെ സ്റ്റൈൽ സാരി ട്രിപ്പിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഇവിടെയൊക്കെ എങ്ങനെ കെട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. എയർ ഹോസ്റ്റസ് സ്റ്റൈൽ ഇത് നമുക്ക് സാരിയൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വളരെ ടിപ്പ് ടോപ്പായിട്ട് എയർ ഹോസ്റ്റസ് സ്റ്റൈലൊക്കെ കൊടുക്കുന്ന സാരി കൊടുക്കുമ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം. ഇവിടുന്ന് ഇത്ര എടുക്കുന്നു, കാണിച്ചു തരാമേ. ഇതുണ്ടോ? ഇത്ര ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ബണ്ണിട്ട് കെട്ടുന്നു. ഉണ്ടോ? ഇങ്ങനെ ഇട്ട് കെട്ടിയിട്ട് ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിക്കണം. ഈ ഒരു സാധനം നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതൊന്നും ഇട്ടിട്ട് നമ്മളിവിടെ ഇതിനകത്തിട്ടു. ഇട്ട് കഴിഞ്ഞിട്ട് കാണുന്നുണ്ടാവില്ലായിരിക്കും അല്ലേ? ഇനി നമ്മൾ ഒരു റിബണും കൂടെ ഇവിടെ ഇട്ട് കൊടുക്കും. കാണുന്നുണ്ടോ? ഇങ്ങനെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മളിതിനെ ഇവിടെ അടിയിലേക്ക്, എൻ്റെ അടുത്ത് ഇപ്പോൾ ടിക്ടാക്ക് മാത്രമാണുള്ളത്. ഇതിങ്ങനെ ഒരു എയർ ഹോസ്റ്റസ്. ഓക്കെ, ദെൻ ഇനി അടുത്തത് പെട്ടെന്ന് ചെയ്യാം. നമുക്കിനി സാരിയിലേക്ക് കിടക്കാം കേട്ടോ. സാരി ആകുമ്പോൾ നമ്മുടെ ഷിഫോൺ സാരി ഒരു ഈവനിങ് ഫംഗ്ഷനൊക്കെ പോവാണ്, നമ്മളൊരു പാർട്ടിക്കൊക്കെ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പാർട്ടികളിൽ നല്ല ഒരു ഫ്രീ ഹെയർ ആയിട്ട് ഇങ്ങനെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഫ്രീ ഹെയർ ആയിട്ട് ഇങ്ങനെ ഇടുന്നതാണ് ചില സാരികൾക്കൊക്കെ സ്യൂട്ടാവുന്നത്. ഇതിങ്ങനെ സൈഡ് എടുത്ത് കറക്റ്റ് ഇങ്ങനെ സൈഡ് എടുത്തു കഴിഞ്ഞാലും ബോറായിരിക്കും. ഇത് അത്രയ്ക്ക് കൊള്ളൂല. നമ്മൾ ഈ സൈഡ് പോയിട്ട് ഇവിടെ നിന്ന് കുറച്ചൊന്ന് ഇങ്ങോട്ടേക്കാക്കി ഇവിടെ അങ്ങനെ കറക്റ്റായിട്ടൊരു സൈഡ് ഇങ്ങനെ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് എടുക്കാതെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ചേഞ്ച് വരും. അങ്ങനെ എടുത്തിട്ട് ഇവിടെ സാരിയിൽ നമ്മൾ നെക്സ്റ്റ് സാരിയിൽ കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ലോ ബഡ്ജറ്റ് സാരി. അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഹെയർ സ്റ്റൈലാണ് ചേരുക കേട്ടോ. അതായത് നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ട് ഞാൻ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാം. ഇപ്പോൾ നമ്മൾ പൊതുവെ റൗണ്ട് ഫേസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഒരു ഏജ് ആയിട്ടുള്ളൊരു 30+, 40+ അങ്ങനെയുള്ളൊരു ഏജുകാർക്കൊക്കെ ഇപ്പം ഇവിടെ നിങ്ങനെ ഒരു 2 ഹെയർ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ യങ് ആയിട്ട് ഫീൽ ചെയ്യും. സാധാരണ ഇതിലിപ്പം ഇങ്ങനെ എടുത്തൊന്ന് കെട്ടി നോക്കിയിട്ടോ അതും ഇങ്ങനെയുള്ളതും കൂടെ നല്ല രീതിയിൽ ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം. ഇപ്പം നമ്മുടെ ആ ഒരു ഹെയർ തന്നെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ഹെയർ ഇങ്ങനെ എടുക്കുന്ന ഹെയർ ഇല്ലേ, ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കുക. കട്ട് ചെയ്തിട്ടുള്ള അത് നമ്മളിപ്പോൾ ഈ ഒരു കോമ്പ് വെച്ചിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാം കുഞ്ഞു മുടികളെല്ലാം ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരും. അതുകൊണ്ട് ഇങ്ങനെ എടുക്കണം. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഇങ്ങനെ ഹൈറ്റിലാക്കി എടുക്കണം. നമ്മളിപ്പോൾ ഇങ്ങനെ ഇടാൻ പോകുമ്പോൾ അത് ചിലപ്പോൾ കറക്റ്റായിട്ട് വരില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു
പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒതുക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇടാവുള്ളൂ കേട്ടോ. ഇത്രയും മുകളിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനൊരു ബണ്ണിടുക. ബണ്ണിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് ഇത് നമ്മൾ ഇത്രയ്ക്ക് കൊണ്ടുവരണം. കാണുന്നുണ്ടോ? ഇത്രയ്ക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് നിർത്തിയിട്ട് നമ്മൾ ഈ ഒരു ഇത്ര ഏരിയ ഉണ്ടല്ലോ, ഇത്രയും രണ്ട് കൊമ്പ് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കണല്ലേ, ഇത് ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം. ഇത് നമ്മളെടുത്തിട്ട് നല്ല ടൈറ്റിൽ പിടിച്ചാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ അത്രയും ഭംഗി അത് ഉണ്ടാവില്ല, നല്ല രീതിക്ക് നിൽക്കില്ല. ഇവിടെ എടുത്തിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ഈ ഒരു രീതിക്ക് ഇത് കണ്ടോ, ഇത്ര ആകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു സ്റ്റൈലിൽ നിൽക്കും. ഇത് കണ്ടോ, ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതിനെ നമ്മളിതിൻ്റെ അടിവശത്തൂടെ ഇവിടെ അടിയിലേക്കൊന്ന്, ഞാനിതെല്ലാം ടിക്ടാക്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ആകെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്യുന്നത്. ഞാൻ വേറെ അഡീഷണലായിട്ട് വേറെ സംഭവങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഹെയറിന് വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് തന്നെ എല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹെയർ ഇടുമ്പോൾ ഇവിടെ ഫ്രണ്ടിൽ 2 മുടി, ഇത് പിന്നെ കുറച്ചൊന്നും കൂടുതലാണ്. ഒരു 2 മുടി കുഞ്ഞതാക്കിയിട്ട് ഇത്രയ്ക്ക് ഇട്ടാലും മതി കേട്ടോ. ഇതും ഓക്കെയാണ്. ഇതും ഇങ്ങനെ സൂട്ടാവാതെ ഒന്നുമില്ല. ഇതിങ്ങനെ ഇങ്ങനെ ഇടാം. കൊള്ളാവോ? നല്ലല്ലേ? അപ്പോൾ ഈ ഹെയർ സ്റ്റൈലാണ് നമുക്ക് ചില സാരികൾക്ക് സൂട്ടാവുന്ന. വൺ പ്ലീറ്റ് ആയിട്ടിടുന്ന സാരി, പിന്നെ ചില പ്രിൻറ്റഡ് സാരീസ് ഉണ്ട്, അതിനൊക്കെ ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലായിരിക്കും ചേരുക. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലല്ലേ. സാരിയിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഇട്ടു. ഇനി നമ്മൾ വളരെ സിമ്പിളായിട്ട് ഓഫീസിലേക്ക് അല്ലെങ്കിൽ നോർമലായിട്ട് ഇപ്പോൾ നമ്മളിവിടെ അടുത്തൊക്കെ അമ്പലത്തിലോ അല്ലെങ്കിൽ കടയിലോ അങ്ങനെയൊക്കെ പോകുന്നവർക്ക് സാരി ഉടുത്ത് തന്നെ പോകുമെന്നുള്ളൊരു നിർബന്ധമുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഒരു ക്ലിപ്പ് വാങ്ങിക്കുക. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ആക്കുക. ഇതിങ്ങനെ ആക്കിയിട്ട് ചുമ്മാ ഇവിടെ ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഇവിടെ വെക്കുക. ഇത് അറിയാത്തൊന്നും ആയിരിക്കില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ഈ ഫ്രണ്ടിൽ കുറച്ച് 2 മുടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ സിമ്പിളായിട്ട് സാരി കൊടുക്കുമ്പോൾ കോട്ടൺ സാരി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന രീതി അങ്ങനെയൊക്കെ ആയിട്ട് വളരെ സിമ്പിളായിട്ട് കണ്ടോ ഇങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ തന്നെ ഞാൻ വേറെ ഇതും കൂടെ കാണിക്കാനായിട്ട് കാണുമോ എന്തോ, ഞാനിങ്ങനെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇരിക്കാം, അത് നല്ലത് കാണുമായിരിക്കും. ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒറ്റ റൗണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കുന്നു. ഇത്ര എടുക്കുന്നു. നമ്മൾ ടിക്ടാക്ക് വെച്ചിട്ട് ഇവിടെ പിൻ ചെയ്യാം. ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നിൽക്കും. ഇത് വേറൊരു പ്രത്യേക ഭംഗിയായിരിക്കും. ഒരു സർക്കസൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ. ഇതുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇടാം. എനിക്ക് പൊതുവേ ഈ ഒരു സ്റ്റൈൽ എനിക്ക് അങ്ങനെ വല്ലാതെ ചേരാറില്ല. നമ്മൾ നല്ല ട്രഡീഷണലായിട്ട് റെഡിയാകുമ്പോൾ ഒന്നുകിൽ ഇങ്ങനെ സൈഡ് എടുത്ത് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഇവിടെ ഇച്ചിരി ഒന്ന് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തില്ലേ കുറേ, അപ്പോൾ ഇവിടെ ഒന്ന് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്നുണ്ട്, അത് വിഷയമില്ല. ചുമ്മാ ഇങ്ങനെ ഒന്ന് റെഡിയാവും. വെറുതെ ഇങ്ങനെ ഒന്ന് എടുക്കുന്നു, ക്ലിപ്പ് ഇടുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ എടുക്കുന്നു. ഇവിടെ ഇങ്ങനെ പതിച്ച് വെച്ചിട്ട് ഒരിക്കലും ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യരുത്. മുഖം ഭയങ്കര വൃത്തികേടായിരിക്കും. ഇപ്പോൾ ഇത് നോക്കിക്കേ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു ഹൈറ്റ് കൊടുക്കുന്നു, ഇവിടെ ഇങ്ങനെ അതുപോലെ ഇങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മളിവിടെ സാധാരണ ഇതിൽ കുളിച്ച് മിന്നൽ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കുളിച്ച് മിന്നൽ തന്നെ അന്നുള്ളൂ ഈ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ബാക്കിയൊന്നും വേറെ ഒരു ഹെയർ സ്റ്റൈൽ വന്ന് ഇല്ല. കുളിച്ച് മിന്നൽ, കുളിച്ച് കഴിയുക ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ടൊരു പിന്നിടുക, അതാണ് കുളിച്ച് മിന്നൽ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒന്നിങ്ങനെ പിന്നി കെട്ടുമല്ലോ, ആ പിന്നി കെട്ടൽ. അപ്പോൾ ചിലപ്പം അങ്ങനെയൊക്കെ പിന്നിക്കെട്ടലുമൊക്കെ അന്ന് ആ സമയത്ത് നന്നായിട്ട് ചെയ്തുകൊണ്ടായിരിക്കട്ടെ മുടിയൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഉണ്ടായി. ഇപ്പോഴൊക്കെയാണ് കുറേ മുടിയൊക്കെ പോയത്. നല്ല രീതിയിൽ മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ഡെലിവറി കഴിഞ്ഞതും പിന്നെ അത് കഴിഞ്ഞ് പല സ്ഥലങ്ങളിൽ പോയി വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ നമുക്കുണ്ടാകുന്ന ടെൻഷൻ, സ്ട്രെസ്സ്, അങ്ങനെയുള്ള അസുഖങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാരണങ്ങൾ കൊണ്ടും കുറേ മുടി പോയി. അപ്പോൾ എന്നിട്ടും പിന്നെയും ഞാൻ ഇതിനൊക്കെ ഇങ്ങനെ പരിപാലിച്ച് ഈ ഒരു മെച്ചത്തിൽ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഹെയർ സ്റ്റൈലിൽ കുളിച്ച് മിന്നലിൻ്റെ അതേ
സംഭവം തന്നെയാണ്, അത് തന്നെയാണ്. പക്ഷേ നമ്മൾ എടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഒരു ഈ താഴെ നമ്മൾ സാധാരണ ഇതിൽ ഇവിടെ നിന്ന് എടുത്തിട്ടാണ് കുളിച്ച് പിന്നിൽ ഇടുന്നത്. കണ്ടോ, ഇത് എടുക്കുന്നതിന് പകരം കുറച്ച് അതിൻ്റെ മുകളിലേക്കായിട്ട് എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ ഈ ചെവി നമ്മളിവിടെ ഇങ്ങനെ മറഞ്ഞ് കിടക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ നല്ലതാണത്. ഈ ഒരു രീതിക്ക് ഇവിടെ അങ്ങ് ഒന്ന് പിന്നിട്ടാൽ മതി. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു ടിക്ടാക്ക് വയ്ക്കണം. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സസിനൊക്കെ ചേരുന്നത്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഹെയർ സ്റ്റൈലൊക്കെ കെട്ടിയിട്ട് ഡ്രസ്സിങ് ചെയ്തിട്ടിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുർത്തയിലിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ, കുർത്തയിലുള്ള കാര്യം കാണിക്കണ്ടല്ലോ. ഇനി ഞാൻ ഒരു ഗൗൺ ഇട്ടിട്ട് ഹെയർ കാണിച്ചു തരാം, സാരി ഇട്ടിട്ടും ഞാൻ കാണിച്ചു തരാം. നല്ല മഴയാണ് ഇവിടെ. ഇങ്ങനെ ഒരു ഗൗൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടേണ്ട ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ഈ ഹെയർ സ്റ്റൈലിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഒരു ഭംഗി ഉണ്ടാവില്ല. സോ ഈ രണ്ട് സൈഡിൽ നിന്നുള്ള ഹെയർ എടുത്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടണം. ഇനി ഞാൻ സാരി കാണിക്കാം. ഷിഫോൺ സാരി 1 പ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇടുമ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഹെയർ സ്റ്റൈൽ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഫ്രണ്ട് ഈ ഒരു രീതിക്ക് ആക്കണം. അപ്പോഴും നമ്മുടെ നെറ്റി ചെറുതായിട്ട് കുറവായിട്ട് കാണുള്ളൂ, ഒരു നല്ല ഭംഗിയായിട്ട് തോന്നും. കണ്ടോ, ഇതുപോലെ ഷിഫോൺ സാരിക്ക് ഈ ഒരു സ്റ്റൈൽ ചെയ്യാം. ഈ ഫ്രണ്ടിൽ മുടി ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ അതുപോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ബാക്കിലേക്ക് ഇത്രയും കൊണ്ടുപോയിട്ട് നമ്മളൊരു കുഞ്ഞി ക്ലിപ്പ് എടുത്തിട്ട് കുത്തിയാലും മതി. കേട്ടോ, നമുക്കിത് ഇവിടെ ഇങ്ങനെ കിടക്കുന്ന ഒരു കുഞ്ഞ് മുടി ഉണ്ടല്ലോ, ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ചൊന്ന് മുടി എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു പ്രത്യേക ഭംഗിയാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള എൻ്റെ ഹെയർ സ്റ്റൈൽസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ വരും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക് യു, നമസ്കാരം.